ഇന്നലെ നമ്മൾ കണ്ട കക്ക കൊണ്ട് ചെയ്തെടുക്കുന്ന കപ്പ ബോളാണ്. ഇതിനായി ഇതുപോലെ കപ്പ ചെറുതാക്കി അരിഞ്ഞെടുക്കുക. ഇത് 750 ഗ്രാം ഉണ്ട്. നല്ല പുട്ട് പോലെ വേവുന്ന കപ്പയാണ് ഇത്. അതുപോലത്തെ കപ്പയാണ് ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് കക്കയാണ്. കക്കയിറച്ചി വേവിച്ചെടുക്കുക. ഇതെങ്ങനെ വേവിക്കേണ്ടതെന്നും അതെങ്ങനെ കറി വെക്കുന്നുള്ള വീഡിയോ നമ്മൾ നേരത്തെ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള കക്ക. അതിന് വീഡിയോ നിങ്ങൾ കാണാത്തൊരു ഇന്നലത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതെങ്ങനെ ചെയ്യുന്നത് മനസ്സിലാവും. ഇനി കപ്പ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് വെള്ളമെല്ലാം കംപ്ലീറ്റ് മാറ്റിയ ശേഷം മാറ്റി വെക്കുക. ഇനി നോൺ സ്റ്റിക്ക് പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇപ്പോൾ ചേർത്ത് വെക്കുക. ചൂടായി വരുമ്പോൾ ഒരു വലിയ സവാള ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് പച്ചമുളകോ മറ്റൊന്നും ചേർത്ത് ഇപ്പോൾ കൊടുക്കുന്നില്ല. സവാളയും വെളിച്ചെണ്ണയും മാത്രം മതി. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് മുരിഞ്ഞ് വരുമ്പോൾ മാത്രമാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഈ സമയമാകുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇത് മുരിഞ്ഞ് വരുമ്പോഴേക്കും മസാലപ്പൊടിയാണ്. ഇത് മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാലപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, കാശ്മീരിയാണ് കേട്ടോ. ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മുരിച്ചെടുക്കണം. മുളക് പൊടി ഉള്ളതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ ചെയ്ത് മാത്രം നമ്മൾ ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ മുരിവെല്ലാനും കൃത്യമായിട്ട് വരുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കപ്പ, ആ കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ഏകദേശം ഇതിൻ്റെ മുരിവൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മാത്രം ആയാൽ മതി. ഇനി ഈ സമയത്താണ് നമ്മൾ കപ്പ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ 1 സ്പൂൺ ഉപയോഗിച്ച് ആദ്യം ഒന്ന് മിക്സ് ചെയ്യണം. മസാലയും അതുപോലെ ഈ കപ്പയൊക്കെ ഒന്ന് ചേർന്ന് കിട്ടാൻ വേണ്ടിയാണ്. ഇത് വളരെ എളുപ്പമാണ് ചെയ്ത് കൊടുക്കാൻ. പെട്ടെന്ന് നമുക്ക് ചെയ്ത് എടുക്കാൻ സാധിക്കും. ഇതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ കാണുന്ന പോലെ ഈ ഉടയാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ഇതൊന്ന് നല്ലത് ഉടച്ചെടുക്കണം. കാരണം ചപ്പാത്തി പോലെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടണം. അതിനു വേണ്ടി ഇതുപോലത്തെ ഒരു പ്രസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ മുഴുവൻ നമുക്ക് ഉടഞ്ഞു കിട്ടും. കാരണം നമ്മൾ കയ്യിൽ ബോളാക്കുന്നതിന് വേണ്ടി കയ്യിൽ ആദ്യം എടുത്തിട്ട് പരത്തിയെടുക്കണം. അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ കക്കയെല്ലാം ഫില്ല് ചെയ്തിട്ട് അത് പിന്നെ ഫ്രൈ ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ കട്ടയായിട്ടിരുന്ന്, അതായത് ഉടയാതിരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. ഉടച്ച് മുഴുവൻ എടുക്കണം. എന്നിട്ട് മാറ്റി വെക്കാം. ഇതുപോലെ ഏകദേശം എടുക്കുക. ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതി. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഷേപ്പ് ചേർക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ കപ്പയും അതിനുള്ളിലേക്ക് കക്കയും ചേർത്തിട്ട് നമുക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി കയ്യിൽ അല്പം വെളിച്ചെണ്ണ പുരട്ടിയെടുക്കുക. ഇതുപോലെ വെളിച്ചെണ്ണ കയ്യിൽ പുരട്ടിയ ശേഷം നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ ഒരു മീഡിയം സൈസ് വലുപ്പെടുത്തിട്ട് ഇതുപോലെ അതൊന്ന് പരത്തിയെടുക്കണം. ഇതിലൊട്ടും നമ്മൾ വേറെ പൊടികളൊന്നും ചേർത്തിട്ടില്ല, കപ്പ മാത്രമേ ഉള്ളൂ. ഇതുപോലെ പരത്തിയതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് സാധാരണ കോഴിക്കോട്ടയും അതുപോലെ മറ്റ് പലഹാരം ചെയ്യുന്ന പോലെ തന്നെ കൈ ഉപയോഗിച്ച് നന്നായിട്ട് ചേർത്ത് ഒട്ടിച്ചെടുക്കണം. ഒട്ടി വരുമ്പോൾ മുകളിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് അടിയിലിരിക്കുന്ന ആ കപ്പയിൽ കുറച്ചുകൂടെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ഉരുട്ടിയെടുത്താൽ മാത്രം മതി. കറക്റ്റ് അളവാണെങ്കിൽ അത് നല്ല രീതിയിൽ റൗണ്ടായിട്ട് കിട്ടുന്നതാണ്. എളുപ്പമാണ്. ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എണ്ണ ഉള്ളതുകൊണ്ട് തന്നെ ഒട്ടും ഒട്ടിപ്പിടിക്കില്ല. ഇതുപോലെ മുഴുവൻ ബോളുകളും നമുക്ക് തയ്യാറാക്കി എടുക്കണം. നല്ല ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇത് പ്ലേറ്റിലേക്ക് നമുക്ക് ഓരോന്നോരോന്നേ മാറ്റി വെക്കാം. അല്പം വെളിച്ചെണ്ണ ഉള്ളതുകൊണ്ട് തന്നെ പ്ലേറ്റിന് പിടിക്കാതെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡ് ഇങ്ങനെ റസ്ക് പൊടിച്ചെടുത്തതും അതുപോലെ മുട്ടയും മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ആദ്യം നമ്മൾ മുട്ടയിലേക്കാണ് നമ്മൾ ആദ്യം ഇത് ചേർത്ത് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് അതെടുത്തിട്ട് നേരെ ഈ പൊടിയിലേക്ക് ബ്രെഡിൻ്റെ ആ റസ്ക് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക. കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യരുത്. കൈ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ മുട്ടയും അതിലെല്ലാം ചേർന്ന് വരുമ്പോൾ നമ്മുടെ ഒരു പണി മുന്നോട്ട് പോകില്ല. അതുകൊണ്ടാണ് ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് ചെയ്യുക. അല്ലെങ്കിൽ മുഴുവൻ ഒട്ടിപ്പിടിച്ച് പോകും. ഒരു സ്പൂൺ ഉപയോഗിച്ച് മുഴുവൻ ചെയ്തെടുക്കാം. ഇത്രയായി കഴിയുമ്പോൾ അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് എല്ലാനും ഇതുപോലെ ചെയ്തെടുക്കണം. ഓൾറെഡി കക്ക കറി ആയതാണ്, മസാല ആയിട്ട് എല്ലാം ആയതുകൊണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കപ്പയും നമ്മൾ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതെല്ലാം കൃത്യമായുണ്ട്. ഇത് പുറം വശം മാത്രം ഒന്ന് മുരിഞ്ഞിട്ടിയാൽ മാത്രം മതി. സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ വെളിച്ചെണ്ണ പോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുകളൊക്കെ പെട്ടെന്ന് ഒരു ചൂടായി കിട്ടും, മുരിഞ്ഞ് കിട്ടും. ഇത് മീഡിയം ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. ലോ ഫ്ലെയിമിൽ ചെയ്യാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിൽ വേണം ചെയ്തെടുക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിം ആണെങ്കിൽ എണ്ണ കൂടുതൽ വലിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ ചെയ്തെടുക്കുക.
ഒരു 3 മിനിറ്റ് മാത്രം വൺ സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നല്ല രീതിയിൽ കിട്ടും. അത്രയാകുമ്പോഴേക്കും ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് മറിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം മുരിവ് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇതിലിപ്പോൾ 8 എണ്ണം കിട്ടിയിട്ടുണ്ട്. 750 ഗ്രാം കപ്പയ്ക്കും 650 ഗ്രാം കക്കയും ചേർത്ത് വരുമ്പോൾ 8 എണ്ണം കിട്ടിയിരിക്കുന്നത്. ഇതല്പം സൈസ് കൂടുതലുണ്ട്. ഇഷ്ടമനുസരിച്ച് ഇതിൽ കുറയ്ക്കുമെങ്കിൽ കുറച്ചെടുക്കാവുന്നതാണ്. ഇതിൻ്റെ മുറിവെല്ലാം ഏകദേശം കൃത്യമായി വന്നതുകൊണ്ട് തന്നെ നമുക്കൊരു അരിപ്പകയിൽ ഉപയോഗിച്ച് ഇതുപോലെ വെളിച്ചെണ്ണ കംപ്ലീറ്റ് നമ്മൾ മാറ്റി വെക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് സ്നാക്സായിട്ട് കുട്ടികൾ കൊടുക്കാൻ പറ്റിയതാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ്. എല്ലാവരും ചെയ്ത് നോക്കുക, തീർച്ചയായും ഇഷ്ടപ്പെടും. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇതുപോലെ ചെയ്ത് നോക്കുക.